ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനൻറ്റ് എന്നൊരു ശൈലി, എന്നൊരു വാചകം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഈ ശൈലിയോട് 100% യോജിക്കുന്ന, അല്ലെങ്കിൽ ഈ ശൈലിയോട്, ഈ വാചകത്തോട് 100% നീതി പുലർത്തുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, സഞ്ജു വിശ്വനാഥ് സാംസൺ. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട താരം. 5 മത്സരം മാത്രം വേൾഡ് കപ്പിൽ കളിച്ചിട്ടാണ് അദ്ദേഹം പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് വിലയിരുത്തപ്പെട്ടത്. ആ സമ്മാനം ആൾ കിട്ടുകയും ചെയ്തത്. ഒന്നും കൂടി പറയുകയാണെങ്കിൽ, വേൾഡ് കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു വി സാംസൺ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു വേൾഡ് കപ്പിലെ ഫസ്റ്റ് ചോയ്സ് ഓഫ് ഓപ്പണറായിട്ട് അദ്ദേഹം എന്തായാലും വരുന്നു. പക്ഷേ സാഹചര്യം പെട്ടെന്നാണ് തകിടം മറിഞ്ഞത്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വന്ന 5 2020 മത്സരങ്ങളടങ്ങിയ പരമ്പര സഞ്ജു സമ്പൂർണ്ണ പരാജയമായി. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരടക്കം, ക്രിക്കറ്റ് പണ്ഡിറ്റുകളടക്കം സഞ്ജുവിനെ വലിച്ചെറിഞ്ഞു, എടുത്തെറിഞ്ഞ് അടിച്ചൊതുക്കി എന്ന് പറഞ്ഞ പോലെ വിമർശനങ്ങളോട് വിമർശനങ്ങളായിരുന്നു. അങ്ങനെ സഞ്ജുവിൻ്റെ കൂടെ തന്നെ വേൾഡ് കപ്പ് ടീമിലെത്തിയ ഇഷാൻ കിഷൻ, അതായത് ഇപ്പോഴത്തെ സൺറൈസേഴ്സിൻ്റെ ക്യാപ്റ്റനായ ഇഷാൻ കിഷൻ കിടലിനായിട്ട് കളിച്ചു. അങ്ങനെ സഞ്ജുവിൻ്റെ പകരം ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയുടെ കൂടെ ഓപ്പണിങ്ങിലേക്ക് കയറി വന്നു. വേൾഡ് കപ്പ് തുടങ്ങി. ശരിക്കും സഞ്ജു സാംസൺ ആയിരുന്നു അഭിഷേക് ശർമ്മയുടെ കൂടെ ഓപ്പൺ ചെയ്യേണ്ടത്. പക്ഷേ ആ വേൾഡ് കപ്പിൻ്റെ മുമ്പുള്ള ആ ന്യൂസിലാൻഡിലെ പരമ്പരയിലെ മോശം പ്രകടനം കാരണം കൊണ്ട് സഞ്ജു ബെഞ്ചിലിരുന്നു, വാട്ടർ ബോയ് ആയിട്ട് മാറി. അഭിഷേകിൻ്റെ കൂടെ ഇഷാൻ കിഷൻ ജോയിൻ ചെയ്തു. പക്ഷെ അഭിഷേക് ശർമ്മയ്ക്ക് വന്ന ആ ഒരു ഫുഡ് പോയ്സണോ വാട്ടെവർ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് സഞ്ജു ടീമിലെത്തി 8 ബോളിൽ നിന്ന് 22 റൺസ് എടുത്തിട്ട് ഒരു മിന്നൽ പ്രകടനം നടത്തി. പക്ഷെ അത് നീണ്ടുപോയില്ല, മിന്നൽ പ്രകടനം നടത്തി അദ്ദേഹം പോയി. പക്ഷേ അന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടോട്ടൽ കുതിച്ചുയർന്നു. ബെസ്റ്റ് ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൻ്റെ കിട്ടി. അങ്ങനെ കിട്ടിയ 5 അവസരങ്ങൾ, പ്രധാനമായിട്ടുള്ള 3 അവസരങ്ങൾ, വെസ്റ്റ് ഇൻഡീസിനെതിരെ ചേസിങ്ങിൽ നേടി 97 റൺസ്, ഇംഗ്ലണ്ടിനെതിരെ പിന്നെ സെമി ഫൈനൽ നേടിയ 87, ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 87. ഈ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പാളിയപ്പോൾ നിരന്തരമായിട്ട് അവർ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പാളി. അഭിഷേക് ശർമ്മ പ്രത്യേകിച്ച് ഓപ്പണിംഗ് ഫ്ലോപ്പായപ്പോൾ എന്തായാലും ഓപ്പണിങ്ങിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണം എന്നുള്ളത് കൊണ്ട് മാത്രം സഞ്ജു മാത്രമായിരുന്നു ഒരു ഏക ചോയ്സ്. അതുകൊണ്ട് മാത്രം സഞ്ജുവിന് ഓപ്പണിംഗ് കിട്ടതാണ്. സഞ്ജു തിളങ്ങി. അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് എന്ത്, ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനൻറ്റ്. ഇനിയിപ്പോൾ IPL തുടങ്ങി. ആദ്യത്തെ മൂന്ന് മത്സരം സഞ്ജു 6, 7, 9 ആയിട്ടാണ് മടങ്ങിയത്. എല്ലാവരും സഞ്ജുവിനെ പിന്നെ വിമർശിച്ചു. വേൾഡ് കപ്പ് പോലെയല്ല IPL കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനം ഏറ്റുവാങ്ങി. ആലോചിക്കണം, 5 മത്സരങ്ങൾ വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് കളിച്ചിട്ട് മാൻ ഓഫ് ദി സീരീസ് ആയ വ്യക്തിയാണ് ഈ IPL വന്നിട്ട് ആദ്യം 3 മത്സരങ്ങളിൽ ഫ്ലോപ്പായി പോകുന്നത്. അപ്പോഴേക്കും വിമർശന ശരങ്ങൾ നീണ്ടു. എന്നാൽ 3 മത്സരത്തിന് ശേഷം ചേട്ടൻ, അതായത് സഞ്ജു വി സാംസൺ ഒരു ഉഗ്രനായിട്ട് തിരിച്ചുവരവ് നടത്തി 115 റൺസ് എടുത്തു. 2026 ആദ്യത്തെ സെഞ്ചുറി ആൾ രജിസ്റ്റർ ചെയ്തു. 115 റൺസ് എല്ലാവരും ഞെട്ടിച്ചു. അതിനുശേഷം ഇന്നലെ നടന്ന CSK വേഴ്സസ് KKR മത്സരത്തിൽ, ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 32 ബോളിൽ 48 റൺസ്, ടോപ്പ് സ്കോറർ. CSK ടോപ്പ് സ്കോറർ മാത്രമല്ല, കളിയിലെ ടോപ്പ് സ്കോറർ കൂടിയാണ് സഞ്ജു വി സാംസൺ. 190+ റൺസ് CSK എടുത്തെങ്കിലും ടോപ്പ് സ്കോറർ 48 റൺസോടും സഞ്ജു സാംസണാണ്. ഇനിയിപ്പോൾ KKRത്തെ ടോപ്പ് സ്കോർ 31 റൺസോട് റോബൽ പവലാണ്. അപ്പോൾ ആ കളിയിലെ തന്നെ ടോപ്പ് സ്കോറർ സഞ്ജു വി സാംസണാണ് 32 ബോളിന്. അപ്പോൾ കളിയിലെ തന്നെ ടോപ്പ് സ്കോർ 48 ആ സഞ്ജു വി സാംസണാണ്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സ്കോർ എന്ന് മനസ്സിലാക്കാമല്ലോ. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഫോം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. എപ്പോൾ വേണമെങ്കിലും ഫോം നഷ്ടപ്പെടും. ക്ലാസ് എന്നുണ്ട്, ക്ലാസ് അത് പെർമനൻ്റ് ആണ്, ഒരാളുടെ ഒന്നും മാറ്റാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. വേറൊരു കാര്യം, ഈ മാർച്ച് മാസത്തെ ICC പ്ലെയർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, ഏകദിനം, 2020 എല്ലാം കൂടി വെച്ചിട്ടുള്ള മാർച്ച് മാസത്തിലെ ICC പ്ലെയർ ആയിട്ട് സഞ്ജു വി സാംസൺ തിരഞ്ഞെടുത്തു. അത് വലിയൊരു ഘടകമാണ്. എത്ര പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു? ഈ സഞ്ജു വി സാംസന്റെ മാർച്ചിലെ 2020 വേൾഡ് കപ്പിലെ പ്രകടനത്തെ ഉദ്ധരിച്ചിട്ടാണ് ആയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ ചേസിംഗിൽ 97, ഇംഗ്ലണ്ടിനെതിരെയുള്ള 87, പിന്നെ ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള 87. സഞ്ജു മാർച്ചിലെ ICC പ്ലെയറാണ്. കൂടാതെ ഇപ്പോൾ 3 കളികൾ IPL 3 കളി ഫ്ലോപ്പായിട്ട് പോലും സഞ്ജു വി സാംസൺ ഇപ്പോൾ IPL റൺ ഗെറ്റേഴ്സിൽ 5ാം സ്ഥാനത്തുണ്ട്. അതും കാര്യം ആലോചിച്ച് നോക്കണം. അപ്പോൾ ആർക്കും സഞ്ജു വി സാംസന്റെ ക്ലാസ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഫോം ഔട്ട് ആവാം, ഇന്നാവാം, അത് ആർക്കായാലും ഫോം ഔട്ട് ആവാം. വിരാട് കോഹ്ലി അടക്കം പലപ്പോഴും ഫോം ഔട്ട് ആയിട്ടുണ്ട്. പക്ഷേ ക്ലാസ് ഈസ് പെർമനൻറ്റ്. അതാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ,
സഞ്ജു വി സാംസൺ ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ വരുന്നതൊക്കെ മുമ്പ് 3 ഇന്റർനാഷണൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഈ 3 ഇന്റർനാഷണൽ സെഞ്ചുറി അടിച്ചത് സഞ്ജു വി സാംസൺ ഓപ്പണിംഗ് ആയിട്ടാണ്. ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കെതിരാണ് ഈ 3 സെഞ്ചുറി അടിച്ചത്. എല്ലാം ഓപ്പണിംഗ് ഇറങ്ങിയിട്ടാണ്. ഈ 3 ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് 3 സെഞ്ചുറി അടിച്ച് സഞ്ജു വി സാംസനെ തഴഞ്ഞ് അവർ ഗില്ലിന് പരിഗണന കൊടുത്തു. അങ്ങനെ തഴയാവുന്നതിന് മാക്സിമം തഴഞ്ഞു. പക്ഷെ തീരെ നിവൃത്തിയില്ലാത്ത കാരണം സഞ്ജു പിന്നെയും തിളങ്ങുന്നു. അത് കാരണം കൊണ്ട് സഞ്ജുവിനെ ടീമിൽ കയറ്റി. അപ്പോൾ 3 സെഞ്ചുറി അടിച്ചിട്ടും തഴഞ്ഞ സഞ്ജുവിനെ ഈ വേൾഡ് കപ്പിൽ സെഞ്ചുറിക്കരികിലെത്തിയ 3 ഇന്നിങ്സുകൾ, ആ സെഞ്ചുറിയോളം വിലപ്പെട്ട 3 ഇന്നിങ്സാണ്. പക്ഷെ സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല. അത് തടയാൻ ഇനി BCCIക്ക് പറ്റില്ല. 3 സെഞ്ചുറി അവർ തഴഞ്ഞിട്ടാണ് സഞ്ജു വി സാംസൺ പകരം വേറെ ആൾക്കാർ ഉൾപ്പെടുത്താൻ നോക്കിയത് നമ്മുടെ ഓപ്പണിങ്ങിൽ. പക്ഷെ വേൾഡ് കപ്പിലെ 3 സെഞ്ചുറിയോളം പോകുന്ന ഇന്നിങ്സുകൾ, സെഞ്ചുറി അല്ലാത്ത 3 ഇന്നിങ്സുകൾ BCCIക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം കൂടി അതാണ് ഓർക്കേണ്ട കാര്യം ഇതാണ്, ഫോം എപ്പോൾ വേണമെങ്കിലും പോവാം, പക്ഷേ ക്ലാസ് ഈസ് പെർമനൻറ്റ്.